സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 7. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ന്യായാധിപന്മാർ 2-ാം അധ്യായം. ന്യായാധിപന്മാർ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായി വിരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോഖീം എന്നുവെച്ചാൽ കരയുന്നവർ എന്ന് പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. എന്നാൽ യോശുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേൽ മക്കൾ ദേശം കൈവശമാക്കുവാൻ ഓരോരുത്തൻ താന്റെ അവകാശത്തിലേക്ക് പോയി. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിബ്നാത്ത് ഹേസേരിൽ ഗായിഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ബാലിനെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരെ കവർച്ച ചെയ്യേണ്ടതിന് അവരെ കവർച്ചക്കാരുടെ കയ്യിലേൽപ്പിച്ച് ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവരെ വിറ്റുകളഞ്ഞു. ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല. യഹോവ അരുളി ചെയ്തിരുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരോ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ച് തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പന അനുസരിച്ച് നടന്നതുപോലെ നടന്നതുമില്ല. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിക്കും. അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുശാഠ്യ നടപ്പും വിടാതിരിക്കും. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ച് എന്റെ വാക്ക് കേൾക്കാകിയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. ന്യായാധിപന്മാർ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബാനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെ കൊണ്ട് ഇസ്രായേലിനെ പരീക്ഷിച്ചറിയുവാനായിരുന്നു ഇവരെ വെച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ പാർത്തു.
അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്ന് ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ കൂശൻ റിശാദായിമിന് വിറ്റുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ റിശാദായിമിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കേനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ റിശാദായിമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ റിശാദായിമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കേനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഇരുന്ന പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമിനായ ഗേരയുടെ മകനായി ഇടങ്കയ്യനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ യേഹൂദ് ഇരുവായ്ത്തലയും 1 മുഴം നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി. അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുവന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവൻ ആയിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നു കൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന്, രാജാവെ, എനിക്ക് ഒരു സ്വകാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ട് പുറത്തുപോയി. യേഹൂദ് അടുത്തു ചെന്നു. എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ച് ഇരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ ഉണ്ടെന്ന് യേഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാറെ യേഹൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. അലകോടുകൂടി പിടിയും അകത്ത് ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായകയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ യേഹൂദ് ഭൂമുഖത്തിറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്ത് ഇറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ട് അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിനിരിക്കുകയായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായികൊണ്ട് അവർ താക്കോൽ എടുത്ത് തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരിക്കുന്നതിനിടയിൽ യേഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരയിൽ ചെന്ന് ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രൈം പർവ്വതത്തിൽ കാഹളം ഊതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബിനെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരും ആയിരുന്നു. ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥത ഉണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശംഗർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്തരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ഇന്ന് നമ്മൾ വായിക്കുന്ന 2ാമത്തെ വായനാ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രൈമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. എന്നാൽ അവനും ജ്ഞാനിയാകുന്നു. അവൻ അനർത്ഥം വരുത്തും, തന്റെ വചനം മാറ്റുകയില്ല. അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും. മിസ്രൈമർ ദൈവമല്ല, മനുഷ്യരത്രേ. അവരുടെ കുതിരകൾ ആത്മാവല്ല, ജഡമത്രേ.
യഹോവ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും. യഹോവ എന്നോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് ഉരുളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിന്റെ നേരെ വിളിച്ചുകൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിവരും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവന്റെ അടുക്കലേക്ക് തിരിവിൻ. അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ടുണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും. എന്നാൽ അശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും, മനുഷ്യന്റേതല്ലാത്ത വാളിന് ഇരയായിത്തീരും. അവർ വാളിന് ഒഴിഞ്ഞു ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ ഊഴിയ വേലക്കാരായിത്തീരും. ഭീതി ഹേതുവായി അവരുടെ പാറ പൊയ്പോകും. അവരുടെ പ്രഭുക്കന്മാർ കൊടികണ്ട് നടുങ്ങിപ്പോകുമെന്ന് സിയോനിൽ തീയും യെരൂശലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരുളപ്പാട്. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞാൽ അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ വിതർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പേറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ വ്യതിഭേദമോ ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും
കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.